ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് സുഗിയനാണ് ഉണ്ടാക്കുന്നത്. തട്ടുകടയിലൊക്കെ കിട്ടുന്ന സുഗിയൻ നമുക്ക് വീട്ടിൽ നല്ല രുചിയിൽ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. തലേ ദിവസം ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് പാത്രത്തിൽ നിന്നെല്ലാം നിറഞ്ഞു മറിഞ്ഞത് ടേബിളിലോട്ടും ചെയറിലേക്കും താഴേക്കും ഫുള്ള് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ബാക്കിയുള്ളതും കൂടി മറിഞ്ഞ്. അപ്പോൾ ഇതെൻ്റെ പണി ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ ഇന്ന് എല്ലാ മസാലയും ഉണ്ടാക്കാനുണ്ടായിരുന്നു. 5 ഐറ്റമാണ് ഇന്ന് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു സുഗിയനും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് പരിപ്പാണ് എടുത്തത്. പരിപ്പല്ല, ചെറുപയർ. അപ്പോൾ അതായത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ വേവിച്ചത്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഇതിന് ഒഴിക്കുന്ന വെള്ളമൊക്കെ കറക്റ്റ് ആവണം. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ലൂസാവും. അപ്പോൾ അത് വേവിച്ചെടുക്കുമ്പോൾ കുറേ സമയം പിടിക്കും. അപ്പോൾ അതിലോട്ട് കുറച്ചൊന്ന് ഉപ്പ് ഇട്ട് നമ്മളിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ പയറെല്ലാം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല വെന്ത് ഉടയണം, അതാണ് കേട്ടോ ഇതിൻ്റെ പാകം. അപ്പോൾ വെള്ളവും വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പോളം ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ടതാണ്. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒന്ന് മെൽറ്റാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ വെള്ളം നല്ലോണം ലൂസാവണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. സ്നാക്ക് ഉണ്ടാക്കുന്ന തിരക്കിൽ ഇതാ എൻ്റെ കിച്ചണിൽ നോക്കിയാൽ എല്ലാ ഭാഗവും ഫുള്ള് പാത്രങ്ങളായിട്ട് നിറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ ഭാഗവും കിട്ടുന്നില്ല. ഓരോന്ന് എനിക്ക് എടുക്കാൻ വിട്ടു പോകുന്നതുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഞാൻ ആ ഒരു റെസിപ്പി എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ആയിട്ടാണ് കേട്ടോ ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കുന്നത്. പിന്നെ നമ്മൾക്കിതാ ചിക്കൻ്റെ ഒരു സ്നാക്കും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ചിക്കന് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ചിക്കൻ്റെ ഒരു മസാലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ പഫിൻ്റെ മസാലയാണ് കേട്ടോ അടുത്തൊരു ഇതിൽ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതും റെഡിയായി. സുഗിയൻ്റെ പകുതി പണി ആയ ശേഷമാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ചെയ്തത്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ബാക്കിയുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കി. അപ്പോൾ മാഷാ അല്ലാ ഇന്ന് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എണ്ണമായിട്ട് കുറച്ചേ ഉള്ളൂ. ഒരു 10 15 അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് വരുന്ന ഓർഡർ അധികം. അപ്പോൾ അതെല്ലാം ഇതാ ഓരോന്ന് റെഡിയാക്കുന്നത്. ഇത് ചിക്കൻ കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. പിന്നെ ഇതാ നമ്മൾ എഗ് മാസ് ഉണ്ട്, പഫുണ്ട്, അടയുണ്ട്, അങ്ങനത്തെ ഒക്കെ ഐറ്റം ഉണ്ടെന്ന്. ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസം ബീഫിൻ്റെ മസാല ഇട്ടിട്ടില്ലേ, ആ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരാണ് മടക്ക് മസാല. ഞാനിട്ട ഒരു പേരാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാ നമ്മൾ അടിയും റെഡിയായി, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ റെഡിയാക്കാനുണ്ട്. ഇനി നമ്മൾ സുഗിയൻ്റെ ഒരു ബാറ്ററാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്കിതാ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി, അതേപോലെ 2 ടേബിൾ സ്പൂണ് കടലപ്പൊടിയാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഓവർ ലൂസാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് കലക്കി നോക്കാം. അപ്പോൾ ഇതാ 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതന്നെ കുറച്ച് ലൂസായോ എന്നൊരു സംശയം. ഓവർ ലൂസാക്കാതെ കുറച്ച് കട്ടിയിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാ നമ്മൾ ശർക്കര എല്ലാം മെൽട്ടായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പോളം തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇനി നമ്മൾ ചൂടാക്കുന്നില്ല കേട്ടോ. ആ ഒരു ജസ്റ്റ് ആ ചൂടിൽ തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതൊന്ന് ഓഫാക്കി വെച്ചതാണ്. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തത്. ഇനി 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഏലക്കയാണ് ചേർക്കേണ്ടത്. ഒരു 4 ഏലക്കയുടെ സീഡ് മാത്രം ഇട്ടാലും മതി. ഞാനിവിടെ പൊടിച്ച ഏലക്ക ഉണ്ടായതുകൊണ്ട് അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിതിലേക്ക് കാണിക്കാൻ വേണ്ടി ഇതിൽ തന്നെ ഇട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം, നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ കുക്കറിലുള്ള ആ ഒരു പയറൊക്കെ ഒരു വലിയൊരു പാത്രത്തിലിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു പൊടി ഉണ്ടല്ലോ, ഏലക്കയും പഞ്ചസാരയും ജീരകവും ഒക്കെ പൊടിച്ചത്, അത് ഫുള്ളായിട്ട് ഇതിലേക്കിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മിക്സാക്കുമ്പോൾ കൈ കൊണ്ട് മിക്സാക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയും. വെള്ളമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലോട്ട് അവിലിടാം കേട്ടോ. അവിലിതാ ഞാൻ 1/2 കപ്പോളം അവിലിട്ടിട്ടുണ്ട്. ഓവറായിട്ട് ഇടണ്ട. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ 1/2 കപ്പ് അവിലിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ അവിലിടുന്നത് ഇതിൽ വെള്ളം
വെള്ളമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അത് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം വലിച്ചെടുക്കാൻ അവിൽ നല്ലതാണ് കേട്ടോ. ഇതിൽ മാത്രമല്ല, നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ഞാൻ ഇടാറുണ്ട്. ഓവറായിട്ട് ഇടാൻ പാടില്ല. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു മസാലേൻ്റെ ഫ്ലേവർ ഫുള്ള് ഈ ഒരു അവിൽ വലിച്ച് കുടിക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇടാവും പാടുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാൻ അരക്കപ്പോളം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതാ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കിയിട്ട് നമ്മളിത് കുറച്ച് സമയം ഇതും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് അത് ഫുള്ളായിട്ട് അവിൽ ഈ ഒരു വെള്ളം ഇങ്ങനെ വലിച്ചു കുടിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിതാ ഒരു ഷേപ്പാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൽ നിന്ന് 1 കപ്പിൽ നിന്ന് 16 ബോൾസാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഫുള്ളാക്കി റെഡിയാക്കിയ ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് മുക്കി പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ ബാറ്ററിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ബാറ്റർ ആക്കിയ ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ നല്ലോണം അതിലേക്ക് പൊതിഞ്ഞ് വെക്കണം. അപ്പോൾ ഇത് നോക്കിയപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് തോന്നി. അപ്പോൾ ഞാനതിൽ കുറച്ചും കൂടെ മൈദ ഇട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അത് കവറായിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെയാണ് വേണ്ടത്. സൗദി അറേബ്യയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന സ്നാക്കാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചതൊക്കെ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ എത്ര റേറ്റിനാണ് ഇത് വെക്കുന്നത് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ എനിക്ക് ഒരുപാട് റേറ്റൊന്നും കിട്ടില്ല. നമ്മൾ ഇതിൻ്റെ കോസ്റ്റ് നോക്കിയിട്ടാണ് കേട്ടോ നമുക്ക് കൊടുക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ എത്രക്കാണ് വാങ്ങുന്നതും എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണേ കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളെ കമൻ്റ് ഇടാൻ മറക്കല്ലേ കൂട്ടുകാരെ. നിങ്ങൾ ഓരോ കമൻറ്റും കാണുമ്പോഴാണ് എനിക്ക് പുതിയ റെസിപ്പി ഉണ്ടാക്കാനും ട്രൈ ചെയ്യാനൊക്കെ തോന്നുന്നത്. അപ്പോൾ അത് മറക്കാതെ ഇടണേ. അതിനടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.